ഡേവിഡ് ആവണിയെ നോക്കി ഒരു കള്ള ചിരി ചിരിച്ചിട്ട് ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. രാത്രിയുടെ നിശബ്ദതയിലും മനോഹാരിതയിലും ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞിൻ്റെ ഇടയിലൂടെ ബുള്ളറ്റ് മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുന്തോറും തണുപ്പിൻ്റെ കാഠിന്യം കൂടി വന്നു. അപ്പോൾ ആവണി അവൻ്റെ വയറിലൂടെ ഇറുക്കി ചുറ്റിപ്പിടിച്ചു അവനിലേക്ക് ഒന്നും കൂടി ചേർന്നിരുന്നു. എന്നിട്ട് തോളിലേക്ക് തല ചായച്ചു. തുമ്പി, ഉറക്കം വരുന്നുണ്ടോടാ? ഇല്ല ഇച്ചായ. ഇനി എൻ്റെ കൊച്ചേ, ഇച്ചായനെ സാറെന്ന് വിളിച്ചാൽ പനിഷ്മെൻ്റ് ഉണ്ട് കേട്ടോ. അതാ അറിയാതെ. ആ, ഇനി അങ്ങനെ എൻ്റെ തുമ്പിപ്പെണ്ണ് അറിയാതെ ഒന്നും വിളിക്കണ്ട കേട്ടോ. വല്ലാത്ത അകൽച്ച തോന്നുവാടി. ഇനി അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ, എവിടെയാണെന്ന് ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞ് അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന അവളുടെ കൈ പിടിച്ച് ചുണ്ടോടടുപ്പിച്ച് കൈവെള്ളിയിൽ ഒരു ഉമ്മ കൊടുത്തു. അവൾ ഞെട്ടി. പെട്ടെന്ന് ഡേവിഡ് അങ്ങനെ ചെയ്തപ്പോൾ, ദേ ഇതുപോലെ ഒരു ഉമ്മ തരും ഞാൻ, ആവണിയോട് അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. ആവണിക്ക് നാണം വന്നു പെട്ടെന്ന് ഡേവിഡ് അങ്ങനെ ചെയ്തപ്പോൾ. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നല്ലോ അവൻ അങ്ങനെ ചെയ്തത്. അവളുടെ കവിളിലൊക്കെ തൊടുത്തത് അത് കണ്ണാടിയിലൂടെ ഡേവിഡ് കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു പള്ളി കണ്ടത്. ഇച്ചായ, ഇച്ചായ. എന്നാടി പെണ്ണെ? ഡേവിഡ് ചോദിച്ചു. അതെ, ആ പള്ളി കണ്ടോ? അവിടെ ഒന്ന് നിർത്തോ? പള്ളി ചൂണ്ടിക്കൊണ്ട് ആവണി ചോദിച്ചതും ഡേവിഡ് അവിടെ വണ്ടി നിർത്തി. എന്നിട്ട് രണ്ടാളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൈപിടിച്ച് മാതാവിൻ്റെ അരികിലേക്ക് എത്തി. മാതാവിൻ്റെ ഉമ്മറത്തുള്ള മെഴുകുതിരി കത്തിച്ച് ആവണി പ്രാർത്ഥിച്ചു. അവളുടെ അടുത്തായി ഡേവിഡ് നിൽപ്പുണ്ടായിരുന്നു. അവൻ മാതാവിനോട് കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ആവണിയെ നോക്കിക്കൊണ്ടിരുന്നു. അവസാനം പ്രാർത്ഥിച്ച ശേഷം അവൾ കുരിശു വരച്ചു. എന്നിട്ട് ഡേവിഡിനെ നോക്കി. എന്താണ്, കാര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പെണ്ണ്? അതോ, എനിക്കില്ലേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചതാ. എന്താ മനസ്സിലായോ? അതായത് എൻ്റെ ഇച്ചായൻ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം, ഇങ്ങനെ എൻ്റെ അടുത്ത്, എൻ്റെ ഇത് മാത്രമായിട്ട്. ഡേവിഡിനെ നോക്കി അവൾ പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞതും ഡേവിഡ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ അവനോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളുടെ മുഖം അവൻ്റെ 2 കൈ കൊണ്ടും കോരിയെടുത്തു. അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള വാത്സല്യവും സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു. അവളുടെ കണ്ണിൽ നോക്കി അവൻ പറഞ്ഞു, എൻ്റെ പെണ്ണിനോടൊപ്പം എൻ്റെ അവസാന ശ്വാസം വരെ എന്തൊക്കെ വന്നാലും ശരി ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്. ഡേവിഡ് അങ്ങനെ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി. എന്നിട്ട് അവളുടെ നെറ്റിയിൽ കൈ ചൂണ്ടി കാണിച്ചു. അതിനർത്ഥം അവന് മനസ്സിലായി. അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവളുടെ കണ്ണടഞ്ഞുപോയി അവൻ്റെ ചുംബനത്താൽ. എന്നിട്ട് കണ്ണോർന്ന് അവനെ ഒരു നിമിഷം നോക്കി. അവളുടെ ചുണ്ടിൽ നല്ലൊരു പുഞ്ചിരി വിടർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് പോയാലോടോ? ഡേവിഡ് അവളോട് ചോദിച്ചു. അല്ല, ഇനി വല്ല ആഗ്രഹമുണ്ടോ എൻ്റെ പെണ്ണിന്? ആ, ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പം എൻ്റെ ഇച്ചായൻ വണ്ടി എടുക്ക്. അവളത് പറഞ്ഞതും ഡേവിഡ് ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എടോ, നമുക്കില്ലേ നമ്മുടെ 4ാമത്തെ കുഞ്ഞിൻ്റെ മാമോദിസയില്ലേ ഈ പള്ളി വെച്ച് നടത്താട്ടോ? ഡേവിഡ് കള്ളച്ചിരിയോടെ അവളോട് പറഞ്ഞു. 4ാമത്തെ കുഞ്ഞോ? അവൾ അന്തം വിട്ട് ചോദിച്ചു. അതേടോ, എന്താ വേണ്ടേ? എൻ്റെ കണക്കിന് 5 ആണ്. പക്ഷേ തൻ്റെ ആരോഗ്യം കൂടി നോക്കണ്ടേ? പിന്നെ തനിക്ക് ബുദ്ധിമുട്ടായാലോ? അതൊക്കെ വെച്ച് ഞാൻ എൻ്റെ ആഗ്രഹം കുറച്ചു, 4 ആക്കി. എന്തേ, 4 കൂടിപ്പോയോ? അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. എന്നിട്ട് ചിരിച്ചോണ്ട് അവനോട് പറഞ്ഞു, ഇച്ചായൻ കുറയ്ക്കണ്ട, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്കേ 5 തന്നെ ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ്റെ ഷോൾഡറിൽ ചുണ്ടു ചേർത്തു. രണ്ടാളുടെ ഉള്ളിൽ പ്രണയം പൂത്തുലയുകയായിരുന്നു കേട്ടോ. ഒരു പരിധികളും ഇല്ലാതെ, ഒരു അതിർവരമ്പുകളും ഇല്ലാതെ അതങ്ങനെ വിശാലായി പോയിക്കൊണ്ടിരുന്നു. ഇതിലിനി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്.
നമുക്ക് വഴിയെ കാണാം കേട്ടോ. അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഡേവിഡിൻ്റെ വണ്ടി ചെന്നെത്തിയത് ഒരു തട്ടുകടയുടെ മുമ്പിലായിരുന്നു. രാത്രികാലങ്ങളിൽ മാത്രം തുറക്കുന്ന ഒരു തട്ടുകട. എന്താ ചായ ഇവിടെ? തട്ടുകടയിൽ എന്താണോ വരുന്നത്? കഴിക്കാൻ. താനൊന്നും കഴിച്ചില്ലല്ലോ. നമുക്ക് കഴിക്കാം, എനിക്കും നല്ല വിശപ്പുണ്ട്, ഡേവിഡ് ആവണിയോട് പറഞ്ഞു. എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി തട്ടുകടയിലേക്ക് പോയി. ഹലോ ദിവാകരേട്ടാ. ആ സാറോ? ആ ദിവാകരേട്ടാ, 2 പ്ലേറ്റ് ദോശയും 2 പ്ലേറ്റ് ഡബിൾ ഓംലേറ്റും പിന്നെ ഒരു ചായയും ഒരു ബ്ലാക്ക് ടീയും. ഡേവിഡ് തട്ടുകട നടത്തുന്ന ദിവാകരേട്ടനോട് പറഞ്ഞു കേട്ടോ. ഒരു കുഞ്ഞു തട്ടുകടയാണ് ദിവാകരേട്ടൻ്റെത്. കുഞ്ഞാണെങ്കിൽ പോലും നല്ല വൃത്തിയും നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെയായിരുന്നു ഡേവിഡിൻ്റെ അവരോടുള്ള പെരുമാറ്റവും സംസാരവും എല്ലാം. അത് കണ്ട അവൾക്ക് ശരിക്കും അതിശയം. അവൾ മനസ്സിലോർത്തു, സാർ ഇവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമോ തട്ടുകടയിലൊക്കെ? സാർ എന്ത് സൗമ്യമായിട്ട് ഇവരോടൊക്കെ സംസാരിക്കുന്നേ, ഇങ്ങനെയൊക്കെ പെരുമാറാൻ എൻ്റെ ചായൻ അറിയോ? അവൾക്ക് ശരിക്കും അതിശയായി. ഡോ, ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ വായോ, ഇത് നമ്മുടെ സ്വന്തം സ്ഥലാ, അവൻ അധികാരത്തോടെ പറഞ്ഞു. അത് കേട്ടതും ആവണി അവൻ്റെ അരികിൽ പോയി ഇരുന്നു. അവിടെ പോയി ഇരുന്നിട്ടും അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ഓരോ പ്രവൃത്തികൾ, ഓരോ സംസാരം, അങ്ങനെ എല്ലാം അവൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സാറേ, സാറിനെ ഇപ്പം കാണാറില്ലല്ലോ? തട്ടുകടയിൽ ജോലി ചെയ്യുന്ന പയ്യൻ ഡേവിഡിനോട് ചോദിച്ചു. അതോ ഇത്തിരി തിരക്കുണ്ടായിരുന്നു, പിന്നെ നാട്ടിലില്ലായിരുന്നു കുറച്ചു കാലം, അതാ ഇങ്ങോട്ടൊന്നും വരാത്തെ. അല്ല, ചോദിക്കാൻ വിട്ടു, ഇതാരാ, പെങ്ങളാണോ? ദിവാകരേട്ടൻ ആവണിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവർ ചോദിച്ചതും ഡേവിഡ് ആവണിയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ദിവാകരനോട് പറഞ്ഞു, അയ്യോ ഏട്ടാ, പെങ്ങളെയൊക്കെ ഈ സമയത്ത് കൊണ്ടുവരുമോ ഈ രാത്രിയിൽ? ഏട്ടനെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഇതേ ഈ പെണ്ണേ എൻ്റെ കെട്ടിയോളാ എന്ന്. അവനത് പറഞ്ഞതും ആവണിയുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷമായിട്ടോ. അവൾക്ക് തുള്ളിച്ചാടാൻ തോന്നി അവിടുന്ന്. കാരണം ഓഫീസിലെ സ്റ്റാഫാന്ന് അങ്ങനെ വല്ലതും പറയുമെന്നാണ് അവൾ വിചാരിച്ചത്. ഇത് അവൻ്റെ ഭാര്യയാണെന്ന് യാതൊരു മടിയും കൂടാതെ അയാളോട് അവൻ പറഞ്ഞില്ലേ. ആ പറച്ചതിൽ അവളോടുള്ള സ്നേഹവും ആത്മാർത്ഥതയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അതവൾക്ക് മനസ്സിലാക്കുകയും ചെയ്തു. ആണോ, സാറുടെ കെട്ടിയോളാണോ? അല്ല, സാറ് കല്യാണത്തിന് ഞങ്ങളെ ഒന്നും വിളിച്ചില്ലല്ലോ. എപ്പോഴായിരുന്നു കെട്ട്? ദിവാകരേട്ടൻ ആകാംക്ഷയോടെ ഡേവിഡിനോട് ചോദിച്ചു. കെട്ടിന്നാ നടന്നേ. തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഞങ്ങളുടെ മാരേജ്, അവൻ ആവണയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ അറിയോ, എനിക്ക് ഇവളോടെ മുടിഞ്ഞ പ്രേമമായിരുന്നു. അപ്പോൾ കെട്ടാനുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ അങ്ങ് കെട്ടി. ആർക്കും അറിയില്ല കേട്ടോ, ഇത് നിങ്ങളോടാ ആദ്യമായിട്ട് പറയുന്നത്. എന്തായാലും ഒരു വലിയ ഫംഗ്ഷൻ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട്. അപ്പോൾ നിങ്ങളെ എന്തായാലും ഞാൻ വിളിക്കും. നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ സന്തോഷ നിമിഷത്തിൽ പങ്കുചേരാനുണ്ടാവും, ദിവാകരനോട് ഡേവിഡ് പറഞ്ഞു. ആണോ, സന്തോഷം. അല്ല, കല്യാണ ദിവസമായിട്ട് നിങ്ങളിങ്ങനെ കറക്കം തന്നെയാണോ? വീട്ടിലേക്ക് പോകുന്നില്ലേ? അയാൾ ചോദിച്ചു. അയാൾ ചോദിച്ചതിൻ്റെ പൊരുൾ എന്തെന്ന് രണ്ടാൾക്കും മനസ്സിലായി. രണ്ടാളും പരസ്പരം നോക്കി. നല്ല ചമ്മലുണ്ടായിരുന്നു ആ ചോദ്യം കേട്ടപ്പോൾ അവർക്ക്. കറക്കൊന്നുമില്ല, ഇവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നേ. മോളെ കേട്ടോ, എനിക്ക് ഈ തട്ടുകട ഇടാൻ സഹായിച്ചത് മോനാ. ഇപ്പോൾ അല്ല കേട്ടോ, ഒരു 10-12 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ 2 കാലും തളർന്നുപോയി. എൻ്റെ 5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ലോട്ടറി വിൽക്കുകയായിരുന്നു ഞാൻ. അന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും എനിക്ക് വകയില്ലായിരുന്നു. ഒരിക്കൽ സ്കൂൾ വിട്ട് വരുന്ന വഴി മോൻ എന്നെയും മോളെയും കണ്ടു. ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. മോൻ്റെ കയ്യിലുള്ള പൈസയും തന്നു. എന്നിട്ട് പിറ്റേന്ന് തന്നെ മോൻ്റെ അപ്പച്ചനെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മോൻ്റെ ആ വരവ്. മോൻ്റെ അപ്പച്ചനാ എൻ്റെ ഓപ്പറേഷനുള്ള പൈസ തന്നത്, കൂടാതെ എൻ്റെ മോളെ പഠിപ്പിക്കുന്നതും. പിന്നെ മോൻ ഈ തട്ടുകട ഇട്ടു തന്നു. മോളെയും കൊണ്ട് മരിക്കണമെന്ന് ചിന്തിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. അവിടെ നിന്നാ മോൻ എനിക്ക് പുതിയൊരു ജീവിതം തന്നത്. അയാൾ കണ്ണു നിറച്ചുകൊണ്ട് ഡേവിഡിനെ നോക്കി പറഞ്ഞു. അയ്യേ, എന്തിനാ ദിവാകരേട്ടാ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുന്നേ? അതൊക്കെ ഒരുപാട് പഴയതായില്ലേ. ഞാൻ വലിയ ആനക്കാരൊന്നുമല്ല ചെയ്തത്. മോളുടെ ഭാഗ്യ ഡേവിഡ് മോനെ പോലൊരു ചെറുപ്പക്കാരനെ കിട്ടിയത്.
അയാൾ പറഞ്ഞു തീർന്നതും അവൾ ഡേവിഡിനെ നോക്കി. അവൾക്ക് ഇഷ്ണത്തിനും പ്രണയത്തിനും മുകളിൽ അഭിമാനം തോന്നി തൻ്റെ ചെറുക്കനെക്കുറിച്ച് ആലോചിച്ചിട്ട്. അങ്ങനെ അവർ ഫുഡ് കഴിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യും. ആ യാത്രയിലുടനീളം അവൻ്റെ ശരീരത്തോട് ഇഴുകിച്ചേരണമെന്നും അവനെ എന്നും തൻ്റേത് മാത്രമായി സൂക്ഷിക്കണമെന്നും ആവണിക്ക് തോന്നി. അവൾ ഒരുപാട് സ്നേഹിക്കുകയായിരുന്നു അവളുടെ ഇച്ചായനെ. ആ സമയങ്ങളിലെല്ലാം അവനോടൊപ്പം ഓരോ നിമിഷവും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വീടെത്തി. സമയം ഒരു 1:30 കഴിഞ്ഞിരുന്നു. വീടിൻ്റെ മുമ്പിൽ ബൈക്ക് നിർത്തി. ആവണി അവൻ്റെ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി. എന്നാൽ ശരി, ഞാൻ പോട്ടെ. തൻ്റെ വിഷമങ്ങളൊക്കെ മാറിയല്ലോ? ഡേവിഡ് ആവണിയോട് ചോദിച്ചു. അവൾ മാറിയെന്ന് തലയാട്ടി. എന്നാൽ ഞാൻ പോട്ടെടോ. അവനത് ചോദിച്ചതും അവളുടെ മനസ്സിൽ വല്ലാതെയായി. നല്ല വിഷമം. അവൾ ഒന്നാലോചിച്ച ശേഷം ബൈക്കിൻ്റെ കീ ഓഫ് ചെയ്തു. അവൻ അവളെ തന്നെ നോക്കി. എന്താടോ? അവൾ കൈ പിടിച്ച് അവനോട് പറഞ്ഞു. ഇച്ചായനിന്ന് പോണ്ട എന്ന്. അവൾ അങ്ങനെ പറഞ്ഞതും അവന് വിശ്വസിക്കാനായില്ല. ആ, ശരിക്കും ഞാൻ പോണ്ടേ? അവൻ അവളുടെ കണ്ണിൽ നോക്കി ചോദിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് വേണ്ടേന്ന് തലയാട്ടി. ബാക്കി എന്തെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. ശരിക്കും ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ്. എൻ്റെ കയ്യിൽ നെറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ചെയ്തേട്ടോ. നാളെ എന്തായാലും അടുത്ത വീഡിയോ വരും. സപ്പോർട്ട് ചെയ്യണേ ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.